ത്രിയേക ദൈവത്തിൻ്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സൗത്ത് വെസ്റ്റ് ഡയോസിസ് മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയറിൽ ഒരുമിച്ച് വരുവാൻ ദൈവം നമ്മെ അനുവദിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ബഹുമാനപ്പെട്ട അച്ഛൻ കൗമ പ്രാർത്ഥന ചെയ്ത് പ്രാർത്ഥന ആരംഭിക്കാമോ? തിരുവേനി ഭരണവാസ തിരുവേനിയാണ്. തിരുവേനി കൗമ ചൊല്ലി നമുക്ക് പ്രാർത്ഥന ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യമനം നന്ദിക്കും തന്നെ അമ്മേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വിവരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുമാനിക്കുന്നതിനുമായും വാഴ്ത്തപ്പെട്ടവനാവുന്ന വിവരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളാ നിന്റെ അടിയാരോട് കരുണയും നിമിഷകരാജാവേ, നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം നീ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നീക്ക് നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാവുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശും ശിവ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധമുള്ള കന്യമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ബാർക്കുമോർ മുള്ളുകൾ നിറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ അരിഷ്ടതകളിൽ നിന്ന് ഞങ്ങളെ കരയേറ്റുവാൻ വേണ്ടി കൃപയോടെ കുരിശിലേക്ക് കരകയറിയവനായി മനുഷ്യവർഗത്തിന്റെ രക്ഷകനായ മിശിഹ, നിന്റെ ശ്രീവായുടെ പ്രകാശം നിന്റെ മേൽ ശോഭിപ്പിക്കണമേ. എന്റെ ആത്മാവിന്റെ അന്ധകാരത്തെ നീക്കി പ്രകാശിപ്പിക്കണമേ. എന്റെ കർത്താവെ, നീ എന്റെ ദൈവമാകൊണ്ടും ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടും എന്റെ വലം കൈ എന്റെ മേൽ വെപ്പാനായിട്ട് എന്റെ ആത്മാവ് നിന്റെ പുറകെ പുറപ്പെട്ടിരിക്കുന്നത് കൊണ്ടും ഞാൻ നടക്കേണ്ടുന്നതായ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. കർത്താവെ, നിന്റെ ഇഷ്ടം പ്രവർത്തിപ്പാൻ നിന്റെ കൃപയാൽ എന്നെ യോഗ്യനാക്കണമേ. കർത്താവായ യേശുമിശിഹ, എന്റെ വായ് നിന്റെ സ്തുതിപ്പുകൾ കൊണ്ടും എന്റെ നാവ് നിന്റെ സ്തോത്രങ്ങൾ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഈ അവസരത്തിൽ നിനക്ക് ഇഷ്ടമുള്ള സ്ഥാനം എനിക്ക് നൽകുകയും ചെയ്യുമാറാകണമേ. ആമീൻ. ദൈവത്തിന്റെ അതിധന്യ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിവന്യ ഗീവർഗീസ് മാർ ബർന്നബാസ് തിരുമേനി, അഭിവന്യ തോമസ് മാർ ഇവാനിയസ് തിരുമേനിക്കും എല്ലാ വൈദിക ശ്രേഷ്ഠർക്കും കൊച്ചമ്മമാർക്കും മർത്തമറിയം സമാജം ഭാരവാഹികൾക്കും കൂടി വന്ന എല്ലാ സഹോദരങ്ങൾക്കും ലോകത്തെമ്പാടുമുള്ള മക്കൾക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അർപ്പിക്കുകയും എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത് ഫ്ലോറിഡ റീജിയനാണ്, സെൻറ്റ് ഗ്രിഗോറിയോസ് ചർച്ചാണ്. എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പാട്ടോടുകൂടി നമ്മുടെ പ്രാർത്ഥന തുടരുന്നതായിരിക്കും. എസ്തർ എബ്രഹാം പാട്ട് പാടുന്നതായിരിക്കും. ഹലോ, കേൾക്കാമോ? എസ്തർ, കേൾക്കാം എസ്തർ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥാ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ,
ഇതൊന്നും എന്റേതല്ല. നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ എന്നെ പൊതിയുന്ന നിൻ ജീവകിരണങ്ങളും, ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. ഒരു മാത്ര പോലും പിരിയാതെ എന്നെ കരുതുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ, ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിൽ എന്നെ നിൻ ജീവസാക്ഷിയായി നിർത്തിയിടുവാൻ, പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. പരിപാവനാത്മാവിൻ വരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും നാഥ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. നാഥ നിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല. എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല. പ്രിയപ്പെട്ട എസ്തേർ എബ്രഹാമിനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം കൊമാ പ്രാർത്ഥനയും അനുതാപ പ്രാർത്ഥനയും നടത്തിയ അഭിവന്ദ്യ തിരുമേനിയെയും തിരുമേനിയുടെ പ്രവർത്തനങ്ങളെയും ഡയോസിസിന്റെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണമേ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ധ്യാന പ്രസംഗത്തിൻ്റെ സമയമാകുന്നുവല്ലോ. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. വചനം നമ്മെ ശുദ്ധീകരിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം നാം മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മക്കൾക്ക് അനുഗ്രഹമാകണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ അഭിവന്ദ്യ തിരുമേനിയെ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നതായിരിക്കും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അഭിവന്ദ്യ തിരുമേനി കർത്താവിൽ സ്നേഹമുള്ളവരെ, നമ്മുടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ ഈ ദിവസം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അഭിവന്ദ്യ തിരുമേനിയുടെ സാന്നിധ്യം, ഞാൻ ആമുഖ വാക്കുകൾക്ക് സമയം കളയുന്നില്ല. കാരണം തിരുമേനി പെട്ടെന്ന് തിരുമേനിക്ക് 11 മണിക്ക് നമ്മുടെ 12 മണി കഴിയുമ്പോൾ തിരുമേനിക്ക് മറ്റൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. തിരുമേനി ഉള്ള സമയത്തിനിടെ അതുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാമിൽ ഒരു ചെറിയ മാറ്റം വന്നത്. തിരുമേനി നമ്മളോടൊപ്പം ആയിരിക്കാൻ തക്കവണ്ണം സന്മനസ് കാണിച്ചു, സ്നേഹം കാണിച്ചു. അഭിവന്ദ്യ തിരുമേനിയെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നതിന് മുമ്പും തിരുമേനി നമ്മുടെ MMBS മീറ്റിംഗിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറെ നാൾ മുമ്പ് തിരുമേനി, ഇപ്പോൾ തിരുമേനി ഹ്യൂസ്റ്റണിലുണ്ട്. ഹ്യൂസ്റ്റൺ അരമലയിൽ നിന്നാണ് നമ്മളോട് സംസാരിക്കുന്നത്. തിരുമേനിയുടെ സാന്നിധ്യം വളരെ അനുഗ്രഹമാണ്. തിരുമേനിയും ഞാനുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന കാലം മുതൽ ഒരേ സമയം സെമിനാരിയിൽ സീനിയറായിട്ട് തിരുമേനി സെമിനാരിയിൽ പഠിച്ചതാണ്. തിരുമേനിയെ സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അത്യന്തം സന്തോഷമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പെണ്ണുള്ളടത്തോളം ആളുകൾ നിങ്ങളെ വീഡിയോ ഓൺ ചെയ്യണം എന്നുള്ള കാര്യം കൂടി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. തിരുമേനി ദൈവവചനത്തിൽ നമ്മളോട് സംസാരിക്കും. തിരുമേനിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട എബി എബ്രഹാം അച്ഛൻ, മറ്റ് വൈദികരുണ്ടെങ്കിൽ ശ്രേഷ്ഠ വൈദികരെ, കർത്താവിൽ അനുഗ്രഹീതരെ,
ഈ അനുഗ്രഹീതമായ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമുക്ക് ഒന്നിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പ്രാർത്ഥിക്കുവാനും തിരുവചനം പരിചിന്തനം ചെയ്യുവാനും ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവിൻ്റെ പുനരുദ്ധാനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. ലോകത്തിൻ്റെ രക്ഷയ്ക്കും നിദാനം കർത്താവിൻ്റെ പുനരുദ്ധാനമാണ്. കർത്താവിൻ്റെ പുനരുദ്ധാന ദിവസം നടന്ന ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിൽ നിന്ന് 2 പ്രത്യേകമായ കാര്യങ്ങൾ നമ്മുടെ പരിചിന്തനത്തിനായി സമർപ്പിക്കാമെന്ന് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദ ബേസിക് ടെക്സ്റ്റ് ഈസ് സെയിന്റ് ജോൺ ചാപ്റ്റർ 20 വേഴ്സസ് 11-18 ആണ്. അത് സവിസ്തരം വായിക്കുവാൻ നമുക്ക് സമയം തികയുകയില്ല. ബൈബിൾ ഉള്ളവർ അതൊന്ന് എടുത്ത് അതിൽ കൂടെ ഒന്ന് കണ്ണോടിച്ചാൽ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാകും. അച്ഛൻ പറഞ്ഞതുപോലെ നോർത്ത് ഈസ്റ്റ് ഡയോസിസിലും ഇത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഐ ഹാവ് ടു ഗീവ് എ സ്പീച്ച്, സോ ഐ ഹാവ് ടു റഷ്. കർത്താവിൻ്റെ കല്ലറ അടച്ചു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. മഗ്ദലക്കാരത്തി മറിയാമും അവളോടൊപ്പം ഏതാനും സ്ത്രീകളും കല്ലറയിലെത്തുന്നു. കല്ലറ തുറക്കപ്പെട്ടതായി അല്പം അടുത്തേക്ക് വരുമ്പോൾ തന്നെ മനസ്സിലായിട്ട് അവർ ഓടിച്ചെന്ന് ശിഷ്യന്മാരെ അറിയിച്ചു. പത്രോസും യോഹന്നാനും ഓടി കല്ലറയിലെത്തി. അവർ കല്ലറയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. കർത്താവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല. പ്രത്യേക തരത്തിലാണ് പുനരുദ്ധാനത്തെക്കുറിച്ച് യോഹന്നാൻ വിവരിച്ചിരിക്കുന്നത്. അവൻ ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്ന തിരുവെഴുത്തിൻ്റെ അർത്ഥം അതുവരെ അവർ തിരിച്ചറിഞ്ഞില്ല എന്നാ. അപ്പോൾ പത്രോസും യോഹന്നാനും കർത്താവിൻ്റെ ശരീരം അവിടെ കണ്ടില്ല എന്നതിൻ്റെ അർത്ഥം അവൻ പുനരുദ്ധാനം ചെയ്തതാണെന്ന തിരുവചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അവർ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. മറ്റ് സ്ത്രീകളും ഇനിയുള്ള സീനിൽ ഇല്ല. എന്നാൽ മറിയ ഏകയായി അവിടെ വിലപിച്ചുകൊണ്ട് നിന്നു. കല്ലറയ്ക്കുള്ളിലേക്ക് നോക്കിയപ്പോൾ 2 ദൈവപുരുഷന്മാര് കാൽക്കലും തലക്കലും കർത്താവിൻ്റെ വെച്ചിരുന്ന സ്പോട്ടിൽ ഉണ്ടായിരുന്നു. അവർ നീ എന്താണ് അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ മറിയാം പറയുന്ന ഒരു പ്രതിവാക്യം, മറിയാമിൻ്റെ മറുപടിയാണ് നമ്മൾ ഒന്നാമത് ചിന്തിക്കേണ്ടത്. അവിടെ മറിയയുടെ ഒരു കൺസേൺ, വാട്ട് ഹാപ്പൻ ടു മൈ ലോർഡ്, എൻ്റെ കർത്താവിന് എന്ത് സംഭവിച്ചു എന്നാണ് മറിയ അന്വേഷിക്കുന്നത്. ഇതൊരു പ്രധാനമായി നാം പരിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. വാട്ട് ഹാപ്പൻ ടു മൈ ലോർഡ്, എൻ്റെ കർത്താവിന് എന്ത് സംഭവിച്ചു, അവൻ എവിടെ, ആരവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് തന്നെയാണ് മറിയാം ദൂതന്മാരോട് പറയുന്നത്. മറിയാം തിരിയുമ്പോൾ ഒരു യുവാവ് തോട്ടക്കാരനെന്ന് അവൾ ധരിച്ചിട്ട് ആ വ്യക്തിയും ചോദിക്കുന്നു, വൈ ആർ യു വീപ്പിംഗ്? ആൻഡ് മേരി സെഡ്, ഇതുപോലെ തന്നെ ഞാൻ വിചാരിച്ചു നീ തോട്ടക്കാരനാണെന്ന് വിചാരിക്കുന്നു, അവനെ നീ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് പറയുക. ഏറ്റവും ശ്രദ്ധേയമായൊരു റിമാർക്കാണ് അടുത്തത്, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം എന്ന് പറയുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ സെന്റൻസ് ഇപ്രകാരമാണ്, അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിന് മുമ്പ് ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ ഫാക്ട്. ഇനിയും ആ കല്ലറ സമീപം ആകൊണ്ട് യേശുവിനെ ക്രൂശിച്ചതിൻ്റെ പ്രോക്സിമേറ്റ് ആയിട്ട് ആയിരുന്നത് കൊണ്ടും അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തവും യഹൂദന്മാരുടെ പാസ് ഓവറിന്റെ പ്രിപ്പറേഷൻ ഡേ വരികയും ചെയ്തതുകൊണ്ട് യേശുവിനെ അവിടെ വെച്ചു. അതിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഫോർ ദ ടൈം ബീയിങ് ഇമ്മീഡിയറ്റ് ആയിട്ട് യേശുവിൻ്റെ ഫ്യൂണറൽ നടത്തി, ഗിവിങ് ആൻ ഇംപ്രഷൻ ദാറ്റ് it was not up to the mark of a Jewish funeral. If something went wrong, somebody would have taken Jesus' physical body and made up all the necessary preparation for a Jewish funeral and laid him to rest. എന്നുള്ളത് കൊണ്ടാണ് മറിയ പറയുന്നത്, അതിന് സാക്ഷികളായവരാണ്. ഫ്യൂണറലിനൊക്കെ വെച്ച വിധവും ആ സ്ഥലവും ഒക്കെ കണ്ടതാണ് എൻ്റെ കണ്ണുകൊണ്ട്, പക്ഷെ ഇപ്പോഴവിടെ കാണുന്നില്ല.
അവനെ ഇങ്ങനെ കൊണ്ടുപോകാനാണ് സാധ്യത എന്ന് പറഞ്ഞ് അതിലേക്ക് പ്രവേശിക്കുക. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു സ്ത്രീരത്നമാണ് മേരി മഗ്ദലിൻ. ഈ ഒരു കൺസേൺ നമ്മളൊന്ന് കാര്യമായിട്ടൊന്ന് എടുത്തു നോക്കിയാൽ മഗ്ദല മറിയത്തിൻ്റെ ഒരു ധൈര്യം കണ്ടോ? അതായത്, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ പറയുക, ഞാൻ അവനെ എടുത്തുകൊള്ളാം. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ഛിന്നഭിന്നമാക്കി കുരിശിച്ച് അപമാനിച്ച യേശുവിനെ താഴെയിറക്കി സംസ്കരിച്ചു. ശിഷ്യന്മാരാരുമില്ല. പടയാളികളൊക്കെ ചിലർ അവിടെ ഇവിടെ ഉണ്ട്. യേശുവിനെതിർ നിന്നവർ മാത്രം ഒരു സംഘമാണ്. ധാരാളം ഗോസിപ്പുകൾ, സ്കാൻഡലുകൾ ഇതിനോടകം തന്നെ അവൻ്റെ മരണത്തെ സംബന്ധിച്ച് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അവിടെ ഒരു സ്ത്രീ ഏകയായി വന്ന് ഖബറിടത്തിൽ ഒരു പെർസിസ്റ്റന്റ് ആൻഡ് കൺസിസ്റ്റന്റ് സെർച്ച് ഫോർ ദ ലോർഡ്, അതിൽ അവൾ ഒരു ഏജൻസിയെയും ഏർപ്പെടുത്തുകയല്ല. ഷീ ഹെർസെൽഫ് ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദ ലൈഫ് ഓഫ് ജീസസ്. അതുകൊണ്ട് വ്യക്തിപരമായി യേശുവിനോടുള്ള അടുപ്പം, ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ടു ജീസസ്, അത് അവളെ ഇപ്പോഴും പിന്തുടരുകയാണ്. യേശുവിൻ്റെ ക്രൂരമായ മരണം, അതിലെ ഇൻവോൾവായ ആളുകളുടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതായ ഭയാനകമായ കാര്യങ്ങളൊന്നും could not dissuade her or dispirited her to pulling her back and going back to other people. അപ്പോൾ അവിടെ എൻ്റെ കർത്താവിന് എന്ത് സംഭവിച്ചു എന്നറിയുവാൻ ഐ എം പേഴ്സണലി വെരി മച്ച് ക്യൂരിയസ്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ പള്ളിയിലോട്ടൊന്ന് വരിക എന്ന് പറയുന്നതിനാണ് ഈ സംവിധാനമെല്ലാം നമുക്കുള്ളത്. 101 reasons, 1002 reasons നമുക്ക് പറയാൻ കാണും. അപ്പോൾ സ്ത്രീ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും ഡിഗ്നിറ്റിക്ക് വേണ്ടിയും ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ വിപ്ലവങ്ങൾ ഉണ്ടാക്കി പ്രവർത്തിച്ചിട്ടുള്ള, സ്ത്രീകൾക്ക് ജന്മം കൊടുത്തിട്ടുള്ള, ജീവിച്ചിട്ടുള്ള ഒരു മഹത്തായ രാജ്യമാണ് ഈ അമേരിക്ക. അതൊരു പ്രസ്ഥാനമായി വരുന്നതിന് മുമ്പ് തന്നെ ഒരൊറ്റ സ്ത്രീ ഭയാനകമായ ഈ അന്തരീക്ഷത്തിൽ അഭൗമികമായ അനിതരസാധാരണമായ ധൈര്യത്തോടും പ്രത്യാശയോടും കൂടി ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന് എന്ത് സംഭവിച്ചുവെന്ന് അറിയുവാൻ തക്കവണ്ണം താല്പര്യപൂർവ്വം നിൽക്കുന്ന ആ ചിത്രം നമ്മെ വളരെയധികം ആകർഷിക്കേണ്ടതും ചിന്തിപ്പിക്കേണ്ടതുമാണ്. ഏകയായി വിലപിച്ചു നിൽക്കുന്ന മഗ്ദല മറിയം, യേശുവിന് എന്ത് സംഭവിച്ചു? നീയാകുന്നു അവനെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ പറയുക, അവനെ എവിടെ വെച്ചു എന്ന്, ഞാൻ അവനെ എടുത്തുകൊള്ളാം. If Jesus is dejected and rejected by all the people who are within the purview of the tomb, or the people who are sitting back at the different places remotely, Jesus is unwanted for them, but for me, Jesus is the most wanted person. How often we quite think that Jesus is intimate to me and Jesus is inextricable part of my life, and how often we opt for Jesus and search for Jesus and stand for Jesus in his painful, in his pathetic conditions എന്നുള്ളത് നാം ചിന്തിക്കണം. റിസറക്ഷന് ഹോപ്പ് ഇപ്പോൾ മറിയിക്കില്ല, ആർക്കുമില്ല, ലോകത്തിന് തന്നെയുമില്ല. അങ്ങനെ ഇരുള് മൂടിയിരിക്കുന്ന, കല്ലറ പൊതിഞ്ഞിരിക്കുന്ന, അവ്യക്തതകൾ, അൺസർട്ടനിറ്റി, ആംബിഗ്വിറ്റി ഒക്കെ മാത്രം ആയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ മരിച്ചുപോയ ഒരാളിനെ കുറിച്ച്, ജീവനോടിരിക്കുന്ന ഒരാളിനെ കുറിച്ചല്ല, മരിച്ചുപോയ ആൾ മാത്രമല്ല, he is buried and this is his 3rd day as well. അത്രമാത്രം ഒരു ബന്ധം യേശുവിനോട് ഉണ്ടാവുവാൻ തക്കവണ്ണം, യേശുവിനെ അന്വേഷിക്കുവാൻ തക്കവണ്ണം, യേശുവിന് വേണ്ടി നിലകൊള്ളുവാൻ തക്കവണ്ണം കഴിയുന്ന ഒരാത്മീയതയായിരിക്കണം നിങ്ങളുടേതും എൻ്റേതും.
There is no need of an external pressure, inserting considerable pressure on each one of us quite often, that you need to do this and that it should come from within ourselves. It should come as an outflow from the inner recesses of our heart. അങ്ങനെ ഹൃദയത്തിൽ നിന്ന് സ്വയമേവ ക്വൈറ്റ് നാച്ചുറലി ക്രിസ്തുവിനോടുള്ള ഒരു സ്നേഹം ക്രിസ്തീയ വിശ്വാസികളിൽ ആർക്കെങ്കിലും ഇന്ന് ഉണ്ടോ? We have many reasons why we believe, why we seek Jesus. And we don't know. ഈ 3 ദിവസമായ കല്ലറയിൽ ആയിരിക്കുന്ന ഒരു മനുഷ്യനെ what she intended to do with him, we don't know quite sure. But she wanted him to be, if others have rejected or taken his physical body. അത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കേണ്ടതാണ്. സെക്കൻഡ്ലി, അങ്ങനെ അത്രമാത്രം വൈകാരികമായ വികാര വായ്പോടുകൂടി നിൽക്കുന്ന മറിയമിനെ ആ യുവാവ്, ഗാർഡനർ എന്ന് അവള് മനസ്സിൽ വിചാരിക്കുന്ന ആള് അല്പം കൂടെ ചില കാര്യങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞ ഉടനെ അവളെ പേര് ചൊല്ലി വിളിക്കുകയാണ്, മറിയ. മേരി എന്ന് ഇംഗ്ലീഷ് വേർഷൻ കൊടുത്തിരിക്കുക, മറിയ. It's a vocation, it's a calling. Immediately she responded as Rabuni, which means my teacher. അപ്പം രണ്ടാമത് എനിക്ക് നിങ്ങളോട് ശ്രദ്ധയിൽ ഒരു പരിചിന്തനത്തിനായി സമർപ്പിക്കുവാനുള്ള ഒരു കാര്യം, ജീസസ് ഈസ് her teacher. She has been searching for her light in her life. എബ്രായ ഭാഷയും സംസ്കൃത ഭാഷയും അതിൻ്റെ ഒരു വകഭേദമായി വന്നിട്ടുള്ള മലയാള ഭാഷയും തമ്മിൽ ഭാഷാപരമായി ബന്ധമുണ്ട് എന്ന് ഇതുവരെ ആരും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. എങ്കിൽ പോലും ഗുരു എന്ന, എൻ്റെ ഗുരോ എന്ന് അഭിസംബോധന ചെയ്യുന്ന ഗുരുസങ്കല്പം ശക്തമായിട്ട് യഹൂദ മതത്തിൽ അന്നും ഈവൻ മോഡേൺ ടൈമിലും ഭാരതീയ ആധ്യാത്മികതയിലും ഉണ്ട്. അതിനെ ആ രീതിയിൽ ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ, ഗുരു എന്ന് പറഞ്ഞാൽ ലഘു അല്ലാത്തതെന്ന, റാബൂനി എന്ന് കർത്താവിനെ അഭിസംബോധന ചെയ്യുമ്പോൾ റാബി എന്ന വാക്ക് മാത്രമായിട്ട് വന്നാലും അത് റാബോ എന്ന ഹീബ്രു വാക്കിൽ നിന്ന് വരുന്നത്. റാബോ എന്ന വാക്കിന്റെ അർത്ഥം ബിഗ് വൺ എന്ന, അതിന് ഉത്കൃഷ്ടൻ, മഹത്തായവൻ, വലിയവൻ, വലുത് എന്നൊക്കെ നമുക്ക് മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്യാം. അപ്പോൾ മറിയയെ സംബന്ധിച്ച് നീ എൻ്റെ മഹത്വമാവുന്നു, നീ എൻ്റെ മഹത്വമാവുന്നു, നീ വലിയവനാവുന്നു ഗുരു എന്നുള്ള നിലയിൽ. ഭാരതത്തിൽ ലഘുവല്ലാത്തത് ഗുരു എന്ന് പറയുമ്പോൾ ഗുരുത്വം, ഗുരുത്വാകർഷണം, മഹത്തായ, വലിയതായ, ഭാരമുള്ളതായ, ഘനമുള്ളതായ, സംതിങ് ഓഫ് എ ഹെക്റ്റിക്, ഹെഫ്റ്റി ആൻഡ് വെയിറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ മറിയാം വേറെ ഒരു വാക്കുകളല്ല ഉപയോഗിക്കുന്നത്. When St. Thomas was asked to touch Jesus, he said, my Lord and my God. അത് തന്നെ ഇംഗ്ലീഷിൽ പര്യാപ്തമായൊരു ട്രാൻസ്ലേഷൻ അല്ല എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മീറ്റിങ്ങിലും അതുപോലെ തന്നെ എൻ്റെ പ്രഭാഷണങ്ങളിലും ഒക്കെ ഗ്രീക്ക് ഭാഷയെ അപഗ്രഥിച്ചുകൊണ്ട് ഞാൻ നടത്തിയിട്ടുണ്ട്. പോട്ടെ, നമുക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഒരു തരത്തിലും മൈ ഗോഡ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൈ മാസ്റ്റർ മീൻസ് മൈ ലോഡ് ഓർ യുവർ സൺ ഓഫ് ഗോഡ് ഓർ യുവർ സൺ ഓഫ് മാൻ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള യു ആർ ദ ബിഗിനിങ് ആൻഡ് ദ എൻഡ്, ഇതൊന്നും അല്ല മറിയ പറയുന്നത്. soon after, as soon as she heard that she has been entrusted as Maria, immediate response is Rabuni, my teacher എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം ഒരു ബന്ധം നേരത്തെ സ്ഥാപിച്ചത് കൊണ്ടും മറിയ എന്ന പേര് നമുക്കറിയാം, ഏകാഗിയായാണ് മറിയ നിൽക്കുന്നതെങ്കിൽ പോലും പേര് പറയുമ്പോൾ വളരെ അടുത്ത ഒരു ബന്ധം ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തുകൊണ്ടായിരിക്കും മറിയ
യേശുദമ്പുരാനെ ഇങ്ങനെ എൻ്റെ വെളിച്ചമേ, എൻ്റെ പ്രകാശമേ, എൻ്റെ ഗുരു എന്ന വാക്കിന്റെ അർത്ഥം അന്ധകാരത്തെ നീക്കം ചെയ്യുന്നവൻ, അന്ധകാരത്തെ വിഭാടനം ചെയ്യുന്നവൻ, വൺ ഹൂ ടേക്സ് എവേ ഡാർക്ക്നെസ് ആൻഡ് പ്രൊവൈഡ്സ് ലൈറ്റ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ എൻ്റെ പ്രകാശമാണ്. ഇനി തിരിച്ച് മറിയയുടെ ജീവിതത്തിലേക്ക് നോക്കിയേ. അവളുടെ പ്രകാശത്തിൽ കൂടെ അല്ലാതെ അന്ധകാര വഴികളിലൂടെ നടന്ന, പലതരത്തിലുള്ള ജീവിതത്തിന്റെ ഇരുണ്ട പാതകളിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു സ്ത്രീയെ യേശുവിൻ്റെ പ്രബോധനം മൂലം യേശുവിൻ്റെ ഉൾവലയത്തിലേക്ക് പ്രവേശിപ്പിച്ച് നിരന്തരമായി അവരുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുകയും പ്രകാശം പരത്തുകയും നന്മയുടെ വഴിയിലൂടെ നടക്കാൻ അഭ്യസിക്കുകയും ചെയ്ത വെളിച്ചമായിരുന്നു യേശു. അപ്പോൾ ഇരുട്ട് മാറിയിട്ടില്ലാത്ത, രാത്രി വിട്ടുമാറാത്ത അന്തരീക്ഷത്തിലാണ് മറിയയും മറ്റുള്ളവരും കല്ലറയിലേക്ക് വരുന്നത്. സോ darkness was in and around, but at the same time in the darkness she has been singly searching for the light. അപ്പം സകലത്തെയും പ്രകാശിപ്പിക്കുന്ന ഗുരുവായ യേശുവിനെ അന്വേഷിച്ച് അവൾ നിന്നു. അതുകൊണ്ട് തന്നെ അവൾ എൻ്റെ ജീവിതത്തിന് പ്രകാശമായവനെ എന്ന് അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ഒരു ചെറിയൊരു കാര്യം കൂടെ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കേണ്ടതാണ്. ചോദ്യോത്തരത്തിന് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് നാച്ചുറലി നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരാം. യേശു ഉടനെ തന്നെ അവിടെ പറയുന്നുണ്ട്, മറിയെ നീ എന്നെ തൊടരുതെന്ന്. അത് തികച്ചും തെറ്റായൊരു ട്രാൻസ്ലേഷനാണ്. നിങ്ങൾ അമേരിക്കക്കാരായതുകൊണ്ട് നിങ്ങളുടെയൊക്കെ വീടുകളിൽ പലതരത്തിലുള്ള ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ബൈബിൾ ഉണ്ടാവും. അതിൽ നോക്കിയാൽ നമുക്കറിയാം, ഡു നോട്ട് ക്ലിങ് ടു മീ ഓർ ഡു നോട്ട് ഹോൾഡ് ഓൺ ടു മീ, ഡു നോട്ട് പ്രിവെന്റ് മീ എന്നുള്ള ട്രാൻസ്ലേഷനാണ്. നീ എന്നെ തുടരെന്ന് പറയുന്നത് അബ്സല്യൂട്ട്ലി തെറ്റാണ്. ഈ ലോകത്തിൽ മനുഷ്യനെ തൊടാൻ വേണ്ടി സർവ്വസൗഭാഗ്യങ്ങൾ ഒഴിഞ്ഞു വെച്ച് ഭൂമിയിൽ വന്ന് മനുഷ്യനായി അവതരിച്ച ഒറ്റ ദൈവമേ ഉള്ളൂ. നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നവരാകാം, ഇവിടെ ഒരു മൾട്ടി കൾച്ചറൽ ആൻഡ് റിലീജിയസ് അറ്റ്മോസ്ഫിയർ കാണാം. പക്ഷെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി സ്വയം മനുഷ്യനായി അവതരിച്ച ദൈവം യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ മനുഷ്യരെ തൊടാൻ വേണ്ടി വന്നതാ. അതുകൊണ്ട് മറിയ തൊട്ടാലും വേറെ ആൾ തൊട്ടാലും യേശുവിനൊന്നും സംഭവിക്കുകയില്ല. ഇനി എൻ്റെ അസസ്മെന്റിലേക്ക് വരാം. ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഉപയോഗിക്കുന്നത് മീ മോ ഹോപ് ടു എന്നൊരു പ്രയോഗമാണ്. മീ എന്ന് പറഞ്ഞാൽ നോട്ട്, മൂന്നുള്ളത് ഡേറ്റീവായ പേഴ്സണൽ പ്രൊനൗൺ ആണ് ടു മീ. ആൻഡ് ഹബ് ടു എന്ന വാക്കിന്റെ അർത്ഥം ഒരു വെർബാണ്. അതിന്റെ അർത്ഥം ഡു നോട്ട് ക്ലിങ് ടു മീ, ഡു നോട്ട് ഫാസ്റ്റൻ ടു മീ. ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് തൻ്റെ ഗുരുവിന് വേണ്ടി നോക്കിപ്പാർത്ത് സെർച്ചിങ് വീപ്പിങ് നടത്തിയ മറിയ യേശുവിനെ കണ്ടപ്പോൾ അത് വൈകാരിക ഭാവമില്ലാതെ പള്ളി പോണമെന്നില്ലയോ, പോയേക്കാം. അച്ഛൻ ലാസ്റ്റ് വാഴ് കൊടുക്കുന്നത് ഏകദേശം ഒരു 10:50. അപ്പൊ ഒരു 10:48 ചെന്നില്ലേ മോശമാണെന്ന് തോന്നുന്നു. ഒന്നുമല്ല. Once she realized that it is her light, her master and her everything, she would have fastened him as much with force and intimacy to him. അതുകൊണ്ടാണ് ഏട്ടെ നീ പോയി ശിഷ്യന്മാരെ അറിയിക്കുക. സോ ഷീ ഹാസ് ഗിവൺ എ ഡ്യൂട്ടി. ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കലേക്ക് പോയിട്ടില്ല, എനിക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്, ഞാനും പോകാം. ദിസ് തിങ് ഈസ് വെരി ക്ലിയർ. അതുകൊണ്ട് തലമുറകളെ സൃഷ്ടിച്ച വേദവചനമായ ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവകൃപയാൽ നിങ്ങൾ തിരുത്തേണ്ടതില്ല. സഭയുടേതായ വേദപുസ്തകം വരുമ്പോൾ അത് തിരുത്തി ആ ഭാഗമൊക്കെയും ചെയ്ത് കഴിയാൻ ദൈവം എനിക്കും ഗ്രിഗോറിയസിനും എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അതിന് മേക്കിങ്ങിലുള്ള ഒരാളാണ്. 2 പേരേ ഉള്ളൂ, വേറെ അധികം ദൈവകൃപയാൽ ആരുമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ അതില് ഇതിന്റെ നമ്മുടെ ബൈബിളിൽ വരുന്ന ട്രാൻസ്ലേഷൻ മറിയ നീ എന്നെ പിടിച്ചു നിർത്തരുത് എന്നാണ്. യഥാർത്ഥ ഗ്രീക്ക് ഭാഷയുടെ അർത്ഥവും അത് തന്നെയാണ്. ഇംഗ്ലീഷ് വേർഷനിലെല്ലാം ഒരു ഭാവഭേദം കൂടാതെ മലയാളത്തിൽ അന്ന് എഴുതിയപ്പോൾ എന്നെ തുടരുതെന്നാക്കി. അത് തികച്ചും കാല ഉചിതമായ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ നമ്മളെപ്പോലെ പ്രബുദ്ധരായ ആളുകൾക്ക് സാധിക്കണം. സോ ഐ എം സമ്മപ്പിങ് മൈ ബ്രീഫ് റിഫ്ലക്ഷൻ. ഒന്ന്, വാട്ട് ഹാപ്പൻ ടു മൈ ലോർഡ്. പ്രിയമുള്ളവരെ, മറിയ എൻ്റെ കർത്താവിന് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ പുനരുദ്ധാനം അവിടെ മനസ്സിലേക്ക് വന്നിട്ടില്ല. ഫസ്റ്റ് വാട്ട ഇന്ന് നമ്മൾ വിത്ത് അഡ്വാൻറ്റേജ് ഓഫ് ദ ഹൈൻസൈറ്റ് വെൻ ലുക്ക് ഗ്ലീൻ ബാക്ക് ആൻഡ് ലുക്ക് ഫോർവേഡ്, കർത്താവിൻ്റെ പുനരുദ്ധാനം നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാവമാണ്. വാട്ട് ഹാപ്പൻ ടു അവർ ലോർഡ്? വൈ ഹി കെയിം ആസ് എ ഹ്യൂമൻ ബീയിങ്? then what happened to the word incarnate? And why he took all this? And how it is related to me personally and as a community. ഇതെല്ലാം നമ്മളെ മേക്കിംഗ് റെലവൻസ്
why I should have a spiritual side in my life. നിങ്ങളുടെ കുഞ്ഞുങ്ങളും ചിലപ്പോൾ ചോദിക്കാം, ഇത്രയും തരത്തിലുള്ള മെറ്റീരിയൽ വെൽബീയിങ് ഉള്ള ഒരു പെർമിസീവ് സൊസൈറ്റി താമസിക്കുമ്പോൾ why should we waste our valuable time on a Sunday morning rather than sleeping up to 11 or 10 o'clock, and why should we waste and go to the church? I don't understand it, I don't care എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഉണ്ടാകാം. അതാണോ മറിയയുടേത്? അല്ല. And secondly, മറിയ അവിടെ ജീവിതത്തിന്റെ പ്രകാശത്തെ അന്വേഷിക്കുകയായിരുന്നു. ആ പ്രകാശം നമുക്ക് നിരന്തരമായി നമ്മളെ പ്രചോദിപ്പിക്കണം. ആ പ്രകാശം നമുക്ക് എപ്പോഴും വിളിച്ചു നൽകണം. ആ പ്രകാശമായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ വഴിവിളക്ക്. ആ പ്രകാശമായിരിക്കണം നമ്മുടെ ഗൈഡിങ് പ്രിൻസിപ്പിൾ. ആ പ്രകാശമായിരിക്കണം നമ്മുടെ സർവവും. അങ്ങനെ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ പ്രകാശമായി ഗുരുവായി വരുമ്പോൾ നമ്മുടെ ഏത് GPS-നെക്കാട്ടിലും കൃത്യമായി ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ, അപകടങ്ങൾ കൂടാതെ സംരക്ഷിക്കുവാൻ, നിത്യജീവന്റെ പ്രത്യാശയെക്കുറിച്ച്, ലോകത്തുള്ള കാര്യത്തെക്കുറിച്ച് പറയാനല്ല, അത് ഇഷ്ടംപോലെ ആളുകൾ പ്രസംഗിക്കുന്നുണ്ട്, അതല്ല ക്രിസ്തീയ ആശയം. നിത്യജീവൻ, ഓരോ മനുഷ്യരും നിത്യജീവൻ പ്രാപിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഓരോരുത്തരും ഈ സത്യപ്രകാശത്തെ വേണ്ട തരത്തിൽ മനസ്സിലാക്കുവാനും ആ പ്രകാശത്തെ ഉൾക്കൊള്ളുവാനും പ്രകാശത്തിലൂടെ സഞ്ചരിക്കുവാനും കഴിയുന്ന ഒന്നായി തീരട്ടെ. മറിയയുടെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള അഡ്വഞ്ചറിസ്റ്റിക് സ്പിരിച്വാലിറ്റി മേ ചലഞ്ചസ് ആൻഡ് സെറ്റ് ആസ് എ ഗുഡ് എന്നോബ്ലിംഗ് മോഡൽ ടു ബി എമുലേറ്റഡ് ബൈ യു ആൻഡ് മീ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രകാശത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു ചോദ്യവും അത് നമ്മളെ എങ്ങനെയാണ് ക്രൈസ്തവ ജീവിതത്തിൽ സ്വാധീനിക്കേണ്ടത്, ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കണ്ടുപിടിച്ച് നടക്കുന്ന വഴിയിൽ ഇരുണ്ടുപോകുന്നിടത്ത് പ്രകാശമായും ജീവിക്കുന്ന സാഹചര്യങ്ങളിലെ പ്രകാശമായും ഒക്കെ ജീവിക്കാൻ നമ്മളെ വിളിച്ച് വേർതിരിക്കുന്ന ഒരനുഭവമായി നമുക്ക് മാറുവാൻ അഭിവന്യ തിരുമേനിയുടെ വാക്കുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. തിരുമേനിയുടെ വാക്കുകൾക്ക് പ്രത്യേകമായ സ്നേഹവും നന്ദിയും പ്രത്യേകമായി അറിയിക്കട്ടെ. ഈ ചുരുങ്ങിയ സമയമാണെങ്കിലും തിരുമേനി നമ്മളോട് ചേരുവാൻ കാണിച്ച ആ സ്നേഹത്തിന് MMBS-ന്റെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഡയസസിന്റെ പേരിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായി എല്ലാവരുടെയും പേരിൽ, എല്ലാ വന്യ വൈദിക ശ്രേഷ്ഠരുടെയും കൂടി വന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായി അറിയിക്കുന്നു. കൂടുതലായി ദൈവം അനുഗ്രഹിക്കട്ടെ. സഭയിലെ നേതൃത്വം നൽകുവാൻ തക്കവണ്ണം, സഭയ്ക്ക് ആവശ്യമായ ഒരു ദിശ നൽകുവാൻ തക്കവണ്ണം ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായ നന്ദി അറിയിക്കുകയും ചെയ്യും. Thank you, Acha. Thank you each and everyone. God bless you. Have a great day ahead. And we will say at another time somewhere in the globe. Okay? So I have to exit from this meeting to join the other meeting which is waiting for me. So thank you. God bless you. Nice to see Acha and each and every member. Please continue to pray for me and other bishops and the ministry of the church which is doing in every part of the world. Okay? Thank you. God bless you. Thank you. Yeah. Thank you. Thank you. ആന്റി മ്യൂട്ടാണ്. എലിസബത്ത് ആന്റി മ്യൂട്ടാണ്. അഭിവന്ദ തിരുമേനിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ സന്ദേശത്തിന് ബഹുമാനപ്പെട്ട അച്ഛൻ ഓൾറെഡി നന്ദി പറഞ്ഞു കഴിഞ്ഞു. മഗ്ദലന മറിയെ പോലെ എൻ്റെ ഗുരുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മുടെ ഒരു ചോദ്യമായിട്ടും, ഏറ്റവും കർത്താവിനെ എന്തു വന്നാലും സ്നേഹിക്കുവാനുള്ള പ്രകാശം തേടി നടക്കുവാനുള്ള ഒരു മനസ്സും നമുക്കും തരണമേന്ന് നമുക്ക് യാചിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ഓരോ കൂട്ടായ്മയും ഏറ്റവും അർത്ഥവത്താക്കാനായിട്ടുള്ള ഈ സന്ദേശം ഉതകണമേ എന്നും പ്രാർത്ഥിക്കുകയും തിരുമേനിക്ക് വേണ്ടി അഭിവന്ദ തിരുമേനിയുടെ തുടർന്നുള്ള അടുത്ത മെസ്സേജ് കൊടുക്കുന്നിടത്തും USA-യിലുള്ള പ്രവർത്തനങ്ങൾക്കും തിരിച്ച് മാതൃരാജ്യത്തിലേക്ക് വരുമ്പോഴുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നുള്ള വായനയാവുന്നു. പ്രിയപ്പെട്ട മെറിൻ മാത്യു ആണ് വായിക്കുന്നത്. എല്ലാവരും വേദോസ്തവം ഒന്ന് കയ്യിലെടുക്കണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 59 വരെയുള്ള വാക്യമാണ്. സെയിന്റ് ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് 43 to 59. എല്ലാവരും ബൈബിൾ എടുത്ത് തുറന്ന്
പ്രാർത്ഥനയോടുകൂടി ഇരിക്കണമേ. സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മെറിൻ വായിച്ചു തുടങ്ങണമേ. Hello, this is Merin. കേൾക്കാം. Okay. ബാരക് മൂർ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 43 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവർ ആകുമെന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. പിതാവിനോട് കേട്ടുപഠിച്ചവനെല്ലാം എൻ്റെ അടുക്കൽ വരും. പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നല്ല, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്ത പോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കഫർന്നഹൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ചത് പറഞ്ഞു. ബാരക് മൂർ. ആന്റി മ്യൂട്ട്. പ്രിയപ്പെട്ട മെറിൻ മാത്യുവിനെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു അടുത്ത പാട്ടാണ്. പ്രിയപ്പെട്ട ഷൈലെ പാട്ട് പാടുന്നതായിരിക്കും. കേൾക്കാമല്ലോ അവന്? കേൾക്കാം. ഓക്കെ. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹാലേ ഹാലേലൂയ പാടിടും അഭുജബലത്താൽ നടത്തിയതാൽ. ഹാലേ ഹാലേലൂയ പാടിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നു വരെയും അതു കുറഞ്ഞിട്ടില്ല. എന്നും നിറയ്ക്കും പാനപാത്രമുണ്ടെന്നും ഇന്നു വരെയും അതു കുറഞ്ഞിട്ടില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. എൻ ദാഹം തീർക്കുന്ന ജീവനദിയുണ്ടെന്നും ഒരു നാളും വറ്റിപ്പോകില്ല. ഹാലേ ഹാലേലൂയ പാടിടും
അഭുജബലത്താൽ നടത്തിയതാൽ ഹാലേ ഹാലേലൂയ പാടിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാ എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട് ഒരു നാളിലും വാതിലടയുകില്ല എനിക്കാശ്വസിപ്പാൻ ഒരു സങ്കേതമുണ്ട് ഒരു നാളിലും വാതിലടയുകില്ല എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട് ചൂടു നൽകും യേശുവിൻ മാർവ് എൻ തല ചായിപ്പാൻ ഒരു മാർവിടമുണ്ട് ചൂടു നൽകും യേശുവിൻ മാർവ് ഹാലേ ഹാലേലൂയ പാടിടും അഭുജബലത്താൽ നടത്തിയതാൽ ഹാലേ ഹാലേലൂയ പാടിടും ഇമ്പസ്വരത്താൽ നയിച്ചതിനാൽ. താങ്ക് യു. ഷൈലയെ പ്രത്യേകമായി പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കും, സ്തോത്രം ചെയ്യും. ജീവിതത്തിലെ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് വിഷമങ്ങൾ പ്രയാസം ഉണ്ടാവാം. പ്രത്യേകമായി ഷൈലയെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ പ്രാർത്ഥനയുടെ സമയമാകുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ തമ്പുരാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവസന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കളെയും ഓരോ മകനെയും മകളെ കുടുംബത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ മർത്തമറിയം വനിതാ സമാജത്തിൻ്റെ ഈ കൂട്ടായ്മയെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഓരോരുത്തരുടെയും കുറവുകളെ ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ നിരത്താനല്ല ദൈവമേ, ഞങ്ങളെ അവിടുത്തെ വിശുദ്ധിയിലേക്ക് വളർത്തണമേ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറച്ചു കഴിഞ്ഞാൽ മുൻപേ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിച്ചാൽ ബാക്കിയുള്ളതൊക്കെയും ദൈവം നോക്കിക്കൊള്ളും എന്ന് നാം വിശ്വസിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വീണ്ടും ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കല്ല മഹത്വം അവിടത്തേക്കാവുന്നു, അവിടത്തേക്ക് മാത്രം മഹത്വമാകുന്നു. പരിശുദ്ധ ബാവ തിരുമേനിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയെ നയിച്ചു കൊണ്ടുപോകാനുള്ള പരിശുദ്ധാത്മ കൃപ കൊടുക്കണേ. അതുപോലെ എല്ലാ സഭാ നേതാക്കളെ, എല്ലാ സഭകളും ഒരുപോലെ ഒരുമിച്ച് കുരിശിന്റെ കീഴിൽ അണിനിരക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. അഭിവന്യ മാറിവാന്യസ് തിരുമേനിയെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഡയോസിസിനെ നയിച്ചുകൊണ്ട് പോകാനുള്ള കൃപയ്ക്ക് വേണ്ടി യാചിക്കാം. അതുപോലെ ഇന്ന് നമുക്ക് സന്ദേശം നൽകിയ അഭിവന്യ ഗീവർഗീസ് മാർ ബർന്നബാസ് തിരുമേനിയെ ഡയോസിസിനെ സമർപ്പിക്കുന്നു. എല്ലാ ബിഷപ്പുമാർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുമേനി ഒരു റിക്വസ്റ്റ് വെച്ചു. അതുപോലെ എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, നമ്മുടെ ഓരോരുത്തരുടെ ഇടവകയിലെ പുരോഹിതന്മാർ, സിസ്റ്റർമാർ, ഡയറപ്പട്ടക്കാർ, ആൾട്ടർ ബോയ്സ്, ആത്മീയ സംഘടനയുടെ നേതാക്കൾ, മർത്തമറിയം സമാജം ഭാരവാഹികൾ, നടക്കാനിരിക്കുന്ന ആനുവൽ കോൺഫറൻസ് ഓരോന്നും ദൈവരാജ്യ മഹത്വത്തിനായി തീരണം. സെമിനേറിയൻസ്, പുതുതായി ഓർഡിനേഷൻ എടുക്കുന്ന പ്രിയപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷ വഹിക്കുന്നവർ, ബലഹീനരും പാപികളുമാണെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഒരുമിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ അപേക്ഷിക്കുന്ന ഓരോന്നും ഇപ്പോൾ നമ്മുടെ മധ്യയുള്ള കർത്താവ് ശ്രദ്ധയോടെ കേൾക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്നു. സിക്കായിരിക്കുന്ന അഭിഷിക്തരും ലാൽമായരുമായ എല്ലാവരെയും സമർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട പൈങ്ങോലിയച്ചൻ, എല്ലാ അച്ഛന്മാരെ കൊച്ചമ്മമാരെ സമർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലാതെ ഇരുന്ന പ്രിയപ്പെട്ട ഐവി മാമ, സൂസമ്മ കുറിയാക്കോസ്,
ശാന്ത, ലാലു, മേരി, സക്കറിയ, ധാരാളം പേരുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുര്യനച്ചാനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലിഖിത, ജെറി, ധാരാളം പേരുണ്ട്. ലഭിച്ച സൗഖ്യത്തിന് സ്തോത്രം പറയുന്നു. ഇവാൻ ജേക്കബ് എന്നുള്ള കുഞ്ഞിന് വേണ്ടി 7 വയസ്സുള്ള കുഞ്ഞ് ദേവ് ജിയാന് വേണ്ടി സ്തോത്രം പറഞ്ഞുകൊണ്ട് ഈ ബ്ലഡ് ക്യാൻസർ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും മനസ്സിൽ സൗഖ്യമില്ലാതെ, അതായത് ശാരീരികമായും മാനസികമായും സൗഖ്യമില്ലാതിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിക്കാവുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുള്ള കൈകൾ ഓരോരുത്തരുടെയും മേൽ വയ്ക്കുന്ന വചനം വായിച്ച് സൗഖ്യം തന്നായി. ഈ നാം കേട്ട വചനം പോലും നമുക്കല്ല, ലോകമുള്ള എല്ലാവർക്കും സൗഖ്യം ലഭിക്കാൻ സ്തോത്രം പറഞ്ഞുകൊണ്ട് ആയിരിക്കുന്ന സൗഖ്യം ലഭിക്കാനിരിക്കുന്നവർക്കും ഇപ്പോഴിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് ഇന്ന് ബർത്ത്ഡേസ് ആയിരുന്ന പ്രിയപ്പെട്ട റാഹേൽ കുട്ടി അമ്മാമയ്ക്കും ഷോണിനും വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ 80-ൽ പരം വയസ്സുള്ള കുറേ മക്കൾ നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. സ്തുത്യർഹമായ ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ആ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെഡിങ് ആനിവേഴ്സറി ആയിരുന്ന മക്കളുണ്ട്. അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ തീഷ്ണതയോടെ ദൈവവേല ചെയ്യുവാൻ അവരെ എടുത്ത് ഉപയോഗിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏതാനും പേരുകൾ നാം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പേരുകൾ നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നതിൽ വിശ്വാസത്തോടെ ഇരിക്കുന്ന മക്കളുണ്ട്. പേരുകൾ എടുത്ത് വായിച്ചില്ലേലും ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട് എന്ന് വിശ്വാസത്തിലുള്ള മക്കളുണ്ട്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സെയിൻറ്റ് പോൾസ് ചർച്ചിന് അനുഗ്രഹമായി നടന്ന പെരുന്നാളിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പെരുന്നാളുകളും അതുപോലെ നടന്ന എല്ലാ പെരുന്നാളുകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലിയ, ജോബ് കിട്ടി, പ്രാർത്ഥനയ്ക്കായിട്ട് റിക്വസ്റ്റ് വെച്ചിരുന്ന ജോബ് കിട്ടിയതിനോർത്ത് സ്തോത്രം. ജോബ് കിട്ടാനുള്ള അനേകം മക്കളുണ്ട്. ജെറിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിക്ക് നോക്കുന്നതും ജോലി സ്ട്രെസ് അനുഭവിക്കുന്ന അനേകം മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച സോളമൻ ശമ്മാസൻ ആൻഡ് കാറ്റ്ലിൻ കൊച്ചമ്മയെ ഓർത്ത് സ്തോത്രം ചെയ്തു. തുടർന്ന് ഓർഡിനേഷൻ്റെ പല സ്റ്റെപ്പിലേക്ക് പ്രവർത്തിക്കുന്ന സോളമൻ ശമ്മാസനെ പ്രാർത്ഥനയിൽ വയ്ക്കുന്നു. റയാൻ ശമ്മാസനും അതുപോലെ ഓർഡിനേഷനിലേക്ക് പ്രവേശിക്കുന്നു. ആ മകനെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അശ്വിൻ ആൻഡ് ഷീന വിവാഹമാണ്. അവരെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ആ വിവാഹ ശുശ്രൂഷയിലും പ്രത്യേക ദൈവാനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഫിൽ ആൻഡ് റിയ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഷിജോ ആൻഡ് ക്രിസ്റ്റൽ വിവാഹം കഴിഞ്ഞതാണ്. പ്രത്യേകമായി അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പല വിധത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായിരുന്ന ഒരു കുടുംബമാണ്. അവർക്ക് വിവാഹം ലഭിച്ചതിന് ഓർത്ത് സ്തോത്രം. മൈക്കിൾ ആൻഡ് ചെസ്ന ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കോശി, ഏലിയാസ് ആൻഡ് ആൻ അവരുടെ വിവാഹമാണ്. വരുന്ന ഞായറാഴ്ച അവരെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. ഇതേപോലെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരും ആയ എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജനറേഷന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ദിവസമാകുന്നല്ലോ. അനേകം മക്കള് വേദനയോടുകൂടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. പല വിധത്തിലാവുന്നു. പല വിധത്തിലുള്ള ഭാരങ്ങളോടുകൂടി ഭാവി എന്ത് എന്നറിയാതെ വിഷമിക്കുന്നവർ, മത്സര പരീക്ഷകൾ പല പ്രാവശ്യം എഴുതിയിട്ടും അതിനകത്ത് മുൻപോട്ട് വിജയം വരിക്കാൻ സാധിക്കാത്തവർ, ലഹരി, ഇൻ്റർനെറ്റ് ഇതിൻ്റെ അടിമത്തത്തിലായി പോയവർ. നമ്മുടെ അടുത്ത സമയത്ത് ഒരു മകൻ അമ്മയെ കൊലപ്പെടുത്തി. നമ്മൾ പേപ്പർ എടുത്താൽ ന്യൂസ് വായിക്കുമ്പോഴെല്ലാം കിട്ടുന്ന അതേപോലത്തെ മെസ്സേജ് മാത്രമാണ്, ബോധത്തോടെയല്ല. പക്ഷേ എന്നിട്ട് നമുക്ക് പറഞ്ഞുകൂടാ തീരാത്തതായ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ചില കാലിക രോഗങ്ങൾ, സൂയിസൈഡ് ടെൻഡൻസി, എന്തെന്ന് പറയാൻ വയ്യാത്ത കാര്യങ്ങൾ. വേദോത്സവം വായിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ ദൈവാലയത്തിൽ പോകാനോ കൂദാശയിൽ പങ്കെടുക്കാനോ താല്പര്യമില്ലാത്ത നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ഇവരെല്ലാം ഓർത്ത് കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും തമ്പുരാൻ കേൾക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എല്ലാവരെയും സമർപ്പിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള റിക്വസ്റ്റുകളുണ്ട്. 2 ആൻമാർ, എലിസബത്ത്, ദിയ, അതുപോലെ തന്നെ ആൽബിറ്റ്, ലോറൻസ്, കാരലിൻ, ഹന, ധാരാളം കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും ദൈവസന്നിധിയിൽ വയ്ക്കുന്നു. സെഫൻ എന്ന് പറഞ്ഞ മകന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കൂദാശ റീകൺസ്ട്രക്ഷൻ ഇരിക്കുന്ന എല്ലാ ചർച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
കുദാശ കഴിഞ്ഞ ചർച്ചസിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ആരാധന ഏറ്റവും പ്രധാന കർത്താവ് ദൈവത്തിൻ്റെ പഴയ നിയമം മുതൽ കണ്ടുവരുന്നതാകുന്നു ആരാധനയ്ക്കുള്ള പ്രാധാന്യം. ആരാധന പ്രാധാന്യത്തോടെ ഈ പുതിയ ദൈവാലയങ്ങളിൽ ചെയ്യുവാനും കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഹ്യൂസ്റ്റൺ ചർച്ച്, അതുപോലെ തന്നെ അറ്റ്ലാന്റയിലെ ഡിട്രോയിറ്റിലെ ചർച്ച് റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞ കുദാശ കഴിഞ്ഞതാകുന്നു. വിവിധ സ്ഥലങ്ങളിലുള്ള എല്ലാ റീകൺസ്ട്രക്ഷനിലിരിക്കുന്ന ചർച്ചസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കുകയും അനുഗ്രഹകരമായി അവിടെ ആരാധനയ്ക്ക് എല്ലാവരും കൂടി വരുവാനും ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നവർ ലോകത്തുള്ള എല്ലാ മക്കളും നാനാജാതി മതസ്ഥർ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവമേ ഇടവരുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ വോളണ്ടറി സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹന്ന, ശാലയം, കാരുണ്യ നിലയം, ധാരാളം സംഘടനകളുണ്ട്. അവിടെ പ്രവർത്തനങ്ങൾ മാത്രമല്ല, സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് അതിനുവേണ്ടിയും നമ്മെ ഒരുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിച്ചവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ലാജി, ലാലി, ലത, ലേതു, ലിബി, ലിഡ, ലിൻഡ, ലിനി, ലിസ, ലിറ്റി, ലിയ, ലിസ്, മഞ്ജു, മേരി, മായ, മെലീസ്, മഴ്സി ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ധാരാളം പേരുടെ റിക്വസ്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങളെ ദൈവനാമ മഹത്വത്തിനായിട്ട് വളർത്തിക്കൊണ്ട് വരുവാനുള്ള കൃപ ലഭിക്കണേന്ന് പ്രാർത്ഥിക്കാം. പാർട്ട്നേഴ്സിനെ ആഗ്രഹിക്കുന്ന സോഹൻ, ടെറേസ, താര, മിന്നു, ഇവർക്ക് വേണ്ടി സിറിൽ, ബെന്നി, സോഹൻ, ജെറമി, കാരൽ, ടാഷ, ജെഫേഴ്സൺ, മറിയ, ടിന, ടിജ, ധാരാളം മക്കളുണ്ട്, സ്റ്റേസി. എല്ലാവരും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ തക്ക തുണയെ അവർക്കായി തിരഞ്ഞെടുത്തു കൊടുക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഹൈ റിസ്ക് പ്രഗ്നൻസിയിലിരിക്കുന്ന ഗിഫ്റ്റി, എലീഷുബ, മെലിസ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഫേബ, ആർലിൻ, അലീന, ഗീതു, നിഷ, ക്രിസ്റ്റ, മെറിൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹൈ റിസ്ക് പ്രഗ്നൻസിയിലുള്ള മക്കളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടുത്തെ തൃക്കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇനി അനേക കാര്യങ്ങളുണ്ട്. നമ്മുടെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന, യുദ്ധം കൊണ്ട് വിഷമം അനുഭവിക്കുന്നവര്, പീഡ അനുഭവിക്കുന്നവര്, നാച്ചുറൽ കലാമിറ്റീസ് വിഷമിക്കുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഭരണാധികാരികളോട് കരുണ തോന്നണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മുടെ ഈ ചെറിയ കൂട്ടം വിശ്വാസത്തോടെ യാചിക്കുന്ന തീർച്ചയായിട്ടും കർത്താവ് കേൾക്കുന്നുണ്ട്. അതിന് ഉത്തരമുണ്ട്. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ മക്കളെയും ഓർക്കാം. അഭിമന്യ സക്രിയാസ് മാർദിയാനസ് തിരുമേനിയുടെ ആത്മാവ് മാധ്യസ്ഥം യാചിക്കുന്നു. പൗലോസ് ദ്വിതീയൻ ബാവ തിരുമേനിയുടെ മാധ്യസ്ഥം ആത്മാവിനെ സമർപ്പിക്കുന്നു. സ്ലീബ റംബാച്ചൻ്റെ ആത്മാവ്, പുലിക്കോട്ട് മാർദിവാനിയസ്, ജോസഫ് മാർദിവാനിയസ് തിരുമേനി, അതുപോലെ ജെട്ടു ജോസഫ് എന്ന് പറഞ്ഞ മകൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ജോൺ ജേക്കും, ബാബു ജോർജ്, അനേകം മക്കളുണ്ട്. വേർപാടി ദുഃഖിക്കുന്നവരുണ്ട്. അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. അനാഥർ, വിധവമാർ, ഒരു വാർദ്ധക്യത്തിലെ ക്ഷീണത്തിൽ ഇരിക്കുന്നവരാരും ഇല്ലാത്ത ആൾസിമേഴ്സ് ഡിമെൻഷ്യ ശുശ്രൂഷിക്കുന്ന മെഡിക്കൽ ടീമിനെ പ്രത്യേകമായി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഡോക്ടേഴ്സ് ഡേ ആയിരുന്നു. മെഡിക്കൽ ടീം വളരെ ത്യാഗം സഹിച്ച് രോഗികളെ ശുശ്രൂഷിക്കുന്ന തങ്ങളുടെ സ്വന്തം ജീവനെ കൂടി ത്യാഗം അർപ്പിക്കുന്ന അതിൻ്റെ എല്ലാ മെഡിക്കൽ ടീമിനെ മൊത്തമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. വിട്ടുപോയ കാര്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ ഞങ്ങളെ വിശുദ്ധിയിലേക്ക് വളർത്തണമേ, പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ലതാ ബിന്നി കൊച്ചമ്മയാണ്. കൊച്ചമ്മയും അച്ഛനെയും കുടുംബത്തെ മൊത്തമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയെ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേൾക്കാമോ ആന്റി? കേൾക്കാമല്ലോ, കേൾക്കാം. കർത്താവേ, പകൽ സമയത്ത് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾക്ക് കൂടി വരുവാനും തിരുവചനത്തിൽ നിന്ന് കേൾക്കുവാനും അവിടുന്ന് അനുവദിച്ച കൃപയ്ക്കും സാവകാശത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം വിഭാഗിച്ചു തന്ന അഭിവന്ദ തിരുമേനിക്കായി സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം അവിടുത്തെ നടത്തിപ്പും കരുണയും കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭദ്രാസനത്തിൽ വേല ചെയ്യുന്ന പട്ടക്കാരെയും ആത്മീയ വരകളിൽ പ്രവർത്തിക്കുന്നവരെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലായിരിക്കുന്നവരെയും അവിശ്വാസ സമൂഹത്തെയൊക്കെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നെ നോക്കി സഞ്ചരിക്കുന്ന വലിയൊരു കൂട്ടമായിട്ട് നീ അവരെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയെ ഞങ്ങളുടെ ഭദ്രാസനത്തെ നയിക്കുന്ന അഭിവന്ദ യുവാനോസ് തിരുമേനെയും ഈ പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നതിനെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ABHനെയും ഇതിന്റെ ചരടുവലികൾ നടത്തുന്ന ഇതിന്റെ പ്രധാനപ്പെട്ട താങ്ങായിട്ട് നിൽക്കുന്ന പ്രിയ എലിസബത്ത് ആന്റിയെയും
MMVS ഭാരവാഹികളായ ഷീനായും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രവർത്തനങ്ങളിലൂടെ കർത്താവെ അനേകർക്ക് ആശ്വാസം ലഭിക്കുന്ന ഈ കൂട്ടായ്മ വളർന്നു വരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂടുതലായി അവരുടെ പ്രവർത്തനങ്ങളിൽ അവിടുന്ന് കൂടെ ഇരുന്ന് കൂടുതൽ എരിവോടുകൂടി കർത്താവെ നിന്റെ വേലയിൽ വ്യാപൃതരാകുവാൻ തക്കവണ്ണം പ്രിയ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് വരുമ്പോഴൊക്കെയും കർത്താവെ നിന്റെ സന്നിധിയിൽ വരുമ്പോഴൊക്കെയും സത്യസന്ധമായ മനസ്സോടുകൂടെ കർത്താവെ നിന്നെ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമായിട്ട് ഞങ്ങൾക്ക് വരുവാൻ കർത്താവെ അടിയങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ഭൂമിയിൽ ജീവനുള്ളവരുടെ പ്രദേശത്തായിരിക്കുന്നത് ദൈവമേ ഞങ്ങളുടെ കഴിവാലോ സാമർഥ്യത്താലോ അല്ല, അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നു ദൈവമേ. അവിടുന്ന് തന്നിരിക്കുന്ന ആയുസ് കർത്താവെ ഈ ലോകത്തിന്റെ മക്കളാകാതെ നിന്റെ മക്കളായി ജീവിപ്പാൻ കർത്താവെ ലോകത്തിലുള്ളത് ഉപേക്ഷിക്കുവാൻ വളരെ അധ്വാനിച്ച് പരിശ്രമിച്ച് ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ പിന്നാലെ വരുവാൻ അവിടെ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. നീ ഞങ്ങളുടെ പിതാവാണ്, നീ ഞങ്ങളുടെ സ്നേഹിതനാണ് കർത്താവെ. നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല കർത്താവെ. അവിടെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളിൽ നിന്ന് മുട്ടുന്ന ദൈവമാണ് ഞങ്ങളെ അവിടുന്ന് പറഞ്ഞു തന്നു കർത്താവെ. വാതിൽ തുറന്നു തരുവാൻ കർത്താവെ മറ്റ് ലോകവാതിലുകളൊക്കെയും അടയ്ക്കേണ്ടതുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവമേ. ആ ലോകവാതിലുകളെ, ലോകത്തിന്റെ സുഖങ്ങളെ, ലോകത്തിന്റെ വ്യാപാരങ്ങളെ, ആഡംബരങ്ങളെ കർത്താവെ നിന്നിൽ നിന്നും അകറ്റുന്നതായ സകല വാതിലുകളെയും അടച്ചു കളയുവാനും അവിടത്തേക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാനും തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിനക്ക് യാതൊരു തെറ്റും പറ്റുകയില്ലെന്നും ഞങ്ങൾ അറിയുന്നു കർത്താവെ. നീ ഞങ്ങളിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഞങ്ങൾ തന്നെയാണ്, ഞങ്ങളുടെ പാപങ്ങളാണ് തിരിച്ചറിയുന്നു ദൈവമേ. അവയൊക്കെയും തിരുത്തുവാൻ ഉള്ള വലിയ ശക്തി പരിശുദ്ധാത്മാവാൻ ദൈവമേ ഞങ്ങളിൽ ഓരോരുത്തരിലും വന്ന് പ്രവർത്തിച്ചു തരണമേ കർത്താവെ. നിന്നെ കണ്ടെത്തുവാൻ തക്കവണ്ണമുള്ള ഒരു ശക്തിയും ബലവും അടിയങ്ങൾക്ക് തരണമേ കർത്താവെ. നിന്റെ മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള സ്വരവും ജീവനുള്ള പ്രവർത്തികളും തിരിച്ചറിയുന്നതിനോളം ഭാഗ്യകരമായ അവസ്ഥ ഈ ലോകത്തിൽ ഞങ്ങൾക്ക് മറ്റൊന്നിനും തരുവാനില്ലെന്നറിയുന്നു. ആ ഭാഗ്യം ലഭിച്ച മക്കളാക്കി കർത്താവെ ശേഷിക്കുന്ന ആയുസ് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ ജീവിക്കാനുള്ള ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കർത്താവെ റിക്വസ്റ്റ് ഇട്ടിരിക്കുന്നവരും ഇട്ടിരിക്കാത്തവരുമായ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കേവലം ജഡീക മനുഷ്യരായ ഞങ്ങൾക്ക് അനേകമായിരം പ്രശ്നങ്ങളും ഭാരങ്ങളും ഉണ്ടല്ലോ കർത്താവെ. രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ വിഷമിക്കുന്നവരുണ്ട്, അനേകമായ മനോഭാരങ്ങളിൽ വിലപിക്കുന്നവര്, മക്കളെ ചൊല്ലി പ്രയാസപ്പെടുന്നവര്, ജോലിയെ സംബന്ധിച്ച്, വിവാഹത്തെ സംബന്ധിച്ച്, ജോലി നഷ്ടപ്പെട്ടവര്, ഉദരഫലം ആഗ്രഹിക്കുന്നവര്, ഭവനം ആഗ്രഹിക്കുന്നവര്, കുടുംബ സമാധാനം ആഗ്രഹിക്കുന്നവര്, കുടുംബത്തിനായിട്ട് ഒരു മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ അടിമപ്പെട്ട് കുടുംബാംഗങ്ങളായിരിക്കുന്നവര്, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ വേദനിക്കുന്നവര്, അങ്ങനെ ഒത്തിരിയേറെ പ്രയാസങ്ങൾ ആന്റി പറഞ്ഞല്ലോ കർത്താവെ. പ്രയാസത്തിലായിരിക്കുന്ന മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കരുണയുള്ള ദൃഷ്ടി അവരുടെ മേലൊക്കെ ഒന്ന് നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളുമായിട്ട് കർത്താവെ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, മറ്റുള്ളിടത്തിലുമല്ല ആശ്രയിപ്പാൻ, നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം ആ മക്കളുടെ ഒക്കെ മനസ്സിന് വേണ്ട ബലം പരിശുദ്ധാത്മാവാം ദൈവമേ അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ അടുത്തേക്ക് പൂർണ്ണ മനസ്സോടെ വരുന്ന ഒരു മനുഷ്യരെയും അവിടുന്ന് തള്ളിക്കളയില്ലെന്നറിയുന്നു കർത്താവെ. ആശ്വാസം കൊടുത്ത് സമാധാനം കൊടുത്ത് കർത്താവെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല യഥാർത്ഥമായ സമാധാനം കൊടുത്ത് തിരിച്ചുവിടുവാൻ അങ്ങേക്ക് ആകുമെന്നറിയുന്നു കർത്താവെ. അങ്ങനെയുള്ളതിലേക്ക് വരാൻ കഴിയാത്തവരെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പ്രാർത്ഥനയോടെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുതാപമുള്ള മനസ്സും അതിനടുത്തതായ രൂപാന്തരപ്പെട്ട സ്വഭാവവും ജീവിതവുമുള്ള മക്കളാക്കി ഞങ്ങൾ ഓരോരുത്തരെയും തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കടന്നു വരുമ്പോൾ കർത്താവെ, ഞങ്ങൾ അപമാനിക്കപ്പെടുകയോ കർത്താവെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമുള്ളവരായ ഞങ്ങളുടെ സ്വഭാവത്തിൽ ഒന്നുമില്ല എങ്കിൽ കർത്താവെ ഞങ്ങൾ നിന്നെ അപമാനിക്കുന്നവരാകുന്നെന്നറിയുന്നു. തിരുത്തേണ്ടതിനെ തിരുത്തിക്കൊണ്ട് കർത്താവെ നിന്റെ യഥാർത്ഥ അനുയായികളായി മഗ്ദലന മറിയത്തെ പോലെ കർത്താവെ നിന്നെ തേടി വരുന്ന മക്കളാക്കി ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ കൂട്ടായ്മയിൽ കടന്നു വരിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും ഭവനങ്ങളിലേക്കും ഇടവകളിലേക്കും കർത്താവെ ഞങ്ങളുടെ ഒന്നും കുറവുകളെ പരിഗണിക്കാതെ ദൈവമേ പരിശുദ്ധാത്മാവെ അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങൾക്ക് സമാധാനത്തിന്റെ അനുഭവങ്ങൾ തരണമേ കർത്താവെ. ഫലം കായ്ക്കുന്ന അനുഭവത്തിൽ ഞങ്ങളെ ആക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ചൂണ്ടിക്കാണിക്കുന്ന വിരൽ ചൂണ്ടിയായി ഈ ലോകത്തിൽ ഇതിന് പ്രകാശം പുറപ്പെടുവിക്കുവാൻ തക്കൊണ്ടുള്ള കൃപ കൊടുക്കണമേ. ഇന്ന് നയിക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാവയും എല്ലാ മേൽപ്പെട്ടക്കാരെയും പട്ടക്കാരെയും ഇതിന്റെ എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് MBS പ്രസ്ഥാനത്തെ ഓർക്കുന്നു കർത്താവെ. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടി കർത്താവെ മാതാക്കൾക്കൊക്കെയും സഭയ്ക്ക് കർത്താവെ ഒരു പ്രകാശമായി തീരുവാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രയർ സെല്ലിനെ പ്രത്യേകം സമർപ്പിക്കുന്നു. ഇതിന് നയിക്കുന്നവരെ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് സ്വാതന്ത്ര്യമാകുന്ന ഈ പ്രസ്ഥാനം കർത്താവെ കൂടുതലായി കർത്താവെ ആശ്വാസത്തിന്റെ തിരുനാളങ്ങൾ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് കൊടുക്കുന്നുവാൻ കൊണ്ട് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആദ്യം കണ്ട മഗ്ദലന മറിയത്തെ പോലെ കർത്താവെ നിനക്കായിട്ട് പൊരുതുവാൻ, നിന്നെ അനുസരിക്കുവാനും നിന്നെ സ്നേഹിക്കുവാനും ഉള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യരെല്ലാം അപമാനിതരെയും അനാഥരെയും പരാജിതരെയും തടവറയിലും ഏകാന്തതയിലും പീഡനത്തിലും ഒക്കെ ആയിരിക്കുന്നവരെ, പാപജീവിതത്തിന് അടിമപ്പെട്ട് കഴിയുന്നവരെ ഒക്കെ ഓർത്തി കൂട്ടായ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ നീ നോക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ ഇന്നത്തെ കൂട്ടായ്മയിൽ ഇതിനെ പാട്ടുപാടിയും പ്രാർത്ഥിച്ചും വേദപുസ്തകവും വായിച്ചും ഒക്കെ സഹകരിച്ച ജാക്സൺവിൽ ഇടവകയിലെ മർത്തപര സമാജത്തിന്റെ പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തകരെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ നീ വഴി നടത്തണമേ. ഞങ്ങളുടെ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ഞങ്ങൾ സഭയിലെ വിശ്വാസികളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയോടുകൂടിയ ശിക്ഷയ്ക്കായിട്ട് അവരെ നീ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്റെ പാപങ്ങളും കുറ്റങ്ങളും അവിടുത്തെ മുമ്പാകെ ഈ ഒരു അപേക്ഷകൾ സ്വീകരിക്കപ്പെടുന്നതിന് തടസ്സമായിട്ട് നിൽക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യമറിയാമ്മയുടെ എല്ലാ പരിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയെ യാചിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ബാറക്കുമോർ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവാസം നമ്മളെല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പവരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും നമ്മുടെ എല്ലാ ഇടവകളുടെ മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ പകൽക്കാലം സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രാർത്ഥനാ യോഗത്തിൽ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ചേർന്നു വന്ന എല്ലാ മക്കൾക്കുമായിട്ട് ദൈവത്തോട് നന്ദി കരയേറ്റുന്നു. ഈ ഡയോസിസിന് നേതൃത്വം നൽകുന്ന ഞാൻ ഡോക്ടർ തോമസ് മാർ ഇവാനിയോസ് തിരുമേനിക്കും ഈ പ്രയർ സെല്ലിന്റെ എല്ലാ പ്രാർത്ഥന യോഗത്തെയും ഉത്തരവാദിത്തോടും വളരെ ആത്മാർത്ഥതയോടും കൂടി നയിക്കുന്ന വൈസ് പ്രസിഡന്റ് റവറൻഡ് ഫാദർ എബി എബ്രഹാമിനോടുമുള്ള സ്നേഹവും കൃതജ്ഞതയും ഈ അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമ്മളോട് വചനം പറയുവാൻ ദൈവം നമുക്കായി ഒരുക്കി തന്ന ഡോക്ടർ വർഗീസ് മാർ ബർണബാസ് മെത്രാപ്പോലിത്തായോടുള്ള ഞങ്ങളുടെ സ്നേഹവും ആദരവും നന്ദിയും ഈ അവസരത്തിൽ ഞാൻ പ്രദർശിപ്പിച്ചുകൊള്ളുന്നു. ക്രിസ്തുവിനോടുള്ള ഒരു സ്ത്രീയുടെ ആത്മാർത്ഥതയും സ്നേഹവും നിറഞ്ഞ പ്രവൃത്തിയെ വിശകലനം ചെയ്ത് ഭയപ്പെടാതെ ഭ്രമിച്ചു പോകാതെ സ്ത്രീകളെ ഉദ്ബോധിപ്പിക്കുവാൻ തക്കവണ്ണം തിരുമേനിയുടെ വാക്കുകൾ ഞങ്ങൾക്ക് പ്രചോദനമായി തീരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മർത്തമറിയൻ സമാജത്തിന്റെ ഭാരവാഹികളായ സിനി കുര്യൻ, ഷീന പുന്നോസ് എന്നിവരോടുമുള്ള ഞങ്ങളുടെ സ്നേഹവും നന്ദിയും കൃതജ്ഞതയും അറിയിച്ചുകൊള്ളുന്നു. ഈ പ്രയർ സെല്ലിനെ നയിക്കുന്ന എലിസബത്ത് അമ്മാമയുടെ ആത്മാർത്ഥതയും സ്നേഹവും നിറഞ്ഞ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും പ്രചോദനവും അനുഗ്രഹപ്രദവുമായി തീരുവാൻ തക്കവണ്ണം മാമയെടുക്കുന്ന എല്ലാ സംരംഭങ്ങൾക്കും ദൈവം തമ്പുരാൻ കൂട്ടും തണലുമായിരിക്കുന്നതിനാൽ ദൈവത്തെ ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാ മക്കളുടെയും ഈ ഭാരവാഹികളുടെ എല്ലാ ഭവനങ്ങളെയും ഓർത്ത് ദൈവത്തോട് നന്ദി കരയേറ്റുന്നു. ഇതിലെ
റീജിയണൽ സെക്രട്ടറിമാർ, യൂണിറ്റ് സെക്രട്ടറിമാർ എന്ന് കൂടി വന്ന എല്ലാ MMVS അംഗങ്ങളോടും അല്ലാത്തവരോടുമുള്ള സ്നേഹവും ആദരവും അറിയിച്ചു കൊള്ളുന്നു. ഇതില് ഇന്നത്തെ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയില് പങ്കെടുത്ത സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ച് ജാക്സൺവിൽ ഫ്ലോറിഡയിലെ എല്ലാ MMVS അംഗങ്ങളും വേദപുസ്തകം വായിച്ച മക്കള്, പാട്ടുപാടിയവര്, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ കൊച്ചമ്മ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി കരയറ്റുന്നു. ഇതോടൊപ്പം ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. താങ്ക് യു സൂസൻ. മഹത്വം ദൈവത്തിന് മാത്രമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം വിട്ടുപോയത്, നന്ദി പറയാൻ മാത്രം മറക്കരുതെന്ന് ഒരു കഴിഞ്ഞ ആഴ്ചയിൽ 2 ആഴ്ചയായിട്ട് പ്രാർത്ഥിച്ചു വന്നൊരു ഗീത എന്നൊരു മകൾക്ക് ജോബിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വളരെയധികം വ്യത്യാസവും സന്തോഷവും ഉണ്ടായ ഒരു നന്ദി പറയാനായിട്ട് ഏർപ്പെടും. നമ്മൾ വേറൊന്നും പറഞ്ഞില്ലെങ്കിലും നന്ദി പറയാൻ കർത്താവ് പറഞ്ഞ പോലെ മറക്കല്ലേ. ആ ഗീതയ്ക്ക് വേണ്ടി നന്ദി പറയുന്നു. അടുത്ത ആഴ്ച നാം കൂടി വരുവോളം കർത്താവെ ഞങ്ങളെ എല്ലാവരെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.